എൻ്റെ ദൈവമേ എൻ്റെ ഒരു ചുമ അത് തണുത്തിട്ട് വയ്യ തണുക്കണ ജലദോഷം പിടിച്ച് ദിവസം മൊത്തം പോക്കാന്നാ തോന്നുന്നത്. യെസ്, ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ എസ്.ബി. മിസ് കാണിച്ചത് വെറുതെ അല്ലടാ, മിസ്സിനും ആക്ച്വലി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ അനുഭവിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ, ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ചുമ, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് അല്ലേ. ഈ ഒരു സമയം പ്രത്യേകിച്ചും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മിസ്സിന് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമുണ്ട്. ഫസ്റ്റ് ഞാൻ അഭിനയിച്ചതാണെങ്കിലും റിയൽ ആയിട്ട് മിസ്സിന് ഇതേപോലെ തൊണ്ടയ്ക്ക് ഒരു എന്താ പറയാ ത്രോട്ട് പെയിൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക ജലദോഷം ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും എനിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്റെ മക്കൾക്ക് അറിയാം അല്ലേ. അപ്പൊ ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക് ഓഫ് സെൻസസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കും ബട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി? അപ്പൊ മിസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ ബിരിയാണി അല്ലേ. ഒരു ചിക്കൻ ബിരിയാണി മുന്നിൽ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സാറേ പിന്നെ ചുറ്റുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റൂല അല്ലെ. അപ്പൊ എല്ലാവരും ഫുഡീസ് ആണെങ്കിൽ, ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. അപ്പൊ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾ മണം വെച്ച് കണ്ടുപിടിക്കൂലേ, അപ്പുറത്തെ വീട്ടില് കോഴിന്റെ മണം എന്ന് പറയും അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന എന്താണ്, നമ്മുടെ മൂക്ക് അല്ലെ. മൂക്കാണ് അതിനു വേണ്ടി സഹായിക്കുന്നത്. മൂക്കിലൂടെയാണ് നമുക്ക് അതിന്റെ ഗന്ധം അറിയാൻ വേണ്ടി പറ്റുന്നത്. ഇവൻ എന്തിനാ, ഒരു റോസാപ്പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മണക്കുന്ന സമയത്ത്, മുല്ലപ്പൂ വിരിയുന്ന സമയത്തൊക്കെ നമ്മൾ മണത്ത് കണ്ടുപിടിക്കും. ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ അമ്മ എന്താ ചന്ദനത്തിരി കത്തിച്ചോലേ നിങ്ങൾ ചോദിക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗന്ധം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് മക്കളെ നമ്മുടെ മൂക്ക്. മൂക്ക് മിന്നും മൂക്ക് അല്ലെ. ആൻഡ് നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളത്. കണ്ണുണ്ട് അല്ലെ, കാഴ്ചകൾ കാണാൻ വേണ്ടി കണ്ണ്, ആൻഡ് മൂക്ക് ഗന്ധം അറിയാൻ വേണ്ടിയിട്ട്, നാക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, ആൻഡ് ത്വക്ക് നമ്മുടെ സ്കിന്ന് അല്ലെ, നമ്മുടെ തൊടുന്നതും ടച്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ആൻഡ് ചെവി കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5 കൂടിയിട്ടാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്നറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂക്ക്. അപ്പൊ മൂക്കിന്റെ കേസ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കാണിച്ച പോലെ തന്നെയാണല്ലേ. മൊത്തം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജലദോഷമാണ്. ഇപ്പൊ മെജോറിറ്റി ആളുകളിൽ ഞാൻ കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ജലദോഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് അല്ലേടാ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജലദോഷം വരുമ്പോൾ നമുക്ക് മണം അറിയാൻ പറ്റാത്ത? ഈ ജലദോഷം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മണം കിട്ടത്തില്ല. നിങ്ങൾ പറയും എനിക്കൊരു മണം വരുന്നില്ല അമ്മ എന്ന് പറയും അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. നിങ്ങളെ പോലെ ഒരു കുട്ടി പറയാണ്, അപ്പുറത്തുനിന്ന് ആ ചേട്ടൻ പറയാണ് ഹായ് നല്ല മണം പറയാണ്, വാവ് സേവറി സ്മെൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കുട്ടി എന്നെ പോലെ നിങ്ങളെ പോലെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവര് പറയാണ് ജലദോഷം ഉള്ളതുകൊണ്ടാ തോന്നുന്നു എനിക്ക് മണം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും പറയും അല്ലെ. ഐ എം നോട്ട് ഏബിൾ ടു സ്മെൽ ബിക്കോസ് ഐ ഹാവ് കോൾഡ്. അപ്പൊ വൈ കോൾഡ്, എന്താണ് കോൾഡ് എന്ന് നമുക്കറിയണം. എന്തുകൊണ്ടാണ് നമുക്ക് അപ്പൊ മണം അറിയാൻ വേണ്ടി പറ്റാതെ? നോക്ക, ജലദോഷം വരുന്ന സമയത്ത് മണം അറിയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ. നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ എപ്പോഴും നമുക്കൊരു മോയ്സ്ചർ പോലെ അല്ലെ കുഞ്ഞായിട്ടുള്ള ഈർപ്പം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. മൂക്കിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മക്കളെ? സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്രവം. കാരണം നമ്മുടെ മൂക്കിന്റെ ഉള്ളിലോട്ട് എപ്പോഴും നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ പൊടിക്കാറ്റും കാര്യങ്ങളും വരുമ്പോൾ ഭയങ്കര പൊടി കയറും. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്രവമാണ് ആക്ച്വലി ഈ പറയുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആള്. പക്ഷേ വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ നമുക്ക് പറ്റുന്നതിലും അധികമായിട്ട് ഈ സാധനം വരുന്ന സമയത്താണ് മൂക്ക് കൂടെ അതിങ്ങനെ ഉണ്ടായിട്ട് വരാം, വെള്ളം പോലെ പുറത്തോട്ട് വരാം. ജലദോഷം വരുമ്പോൾ അങ്ങനെയല്ലേ നമ്മള് ല്ലേ. കാരണം നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജലദോഷം. അപ്പൊ കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്കും ഗന്ധകണികകൾ എത്താതെയാവും. കാരണം മണം വരുന്ന സമയത്ത് നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ ഇരച്ചു കയറുക ചെയ്യാം അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ മണത്ത് കണ്ടുപിടിക്കും. പക്ഷെ ഈ സമയത്ത് ജലദോഷമല്ലേ, നല്ല വെള്ളം കൂടുതലായിട്ടുള്ള സ്രവം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ആളുകളിലോട്ട് കോശങ്ങളിലോട്ട് ഇവരെത്താൻ പറ്റില്ല ഈ മണം. അതുകൊണ്ടാണ് മക്കളെ നമുക്ക് എന്തനുഭവപ്പെടുന്നത്, മണമില്ലാതാകുന്നത് ജലദോഷം വരുന്ന സമയത്ത്. കത്തിയോ എന്താണ്? അപ്പൊ എല്ലാവർക്കും അറിയാം ജലദോഷമാണെന്ന് അറിയാം. എന്തുകൊണ്ടാണ് ഈ ജലദോഷം വരുമ്പോൾ നമുക്ക് മണം കിട്ടാത്തത് എന്ന് എന്റെ മക്കളെ പറഞ്ഞു വെക്കണം. We always feel moist inside the nose and the reason is a secretion of in the nose അല്ലെ. നോസിനകത്തുള്ള ഒരു സെക്രീഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ സെക്രീഷൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും പാത്തോജൻസിനെയൊക്കെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. The cold is conditioned when this secretion is produced in excess where there is a virus infection.
വൈറസ് ഇൻഫെക്റ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്രീഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലായിട്ട് വരുന്ന സമയത്താണ് പാത്തോജൻസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വന്നു അല്ലെങ്കിൽ കോൾഡ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. When secretion is produced in excess, the odor particle will not reach the cell that helps to recognize the smell. And റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കോൾഡ് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല, ആ ഒരു ഗന്ധത്തിന് അല്ലെങ്കിൽ ഓർഡറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലടാ, ആ സെല്ലിലോട്ട് എത്താൻ പറ്റുന്നില്ല. ദാറ്റ്സ് വൈ ആണ് നമുക്ക് സ്മെല്ലൊന്നും അറിയാതെ പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ എന്ത് പഠിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ജലദോഷം വരുന്ന സമയത്ത് നമുക്ക് മണം കിട്ടാത്തത് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് വളരെ കുട്ടിയായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ എക്സാമിന് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനും തന്നെയായിരിക്കും ഇത്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. സോറി. അപ്പൊ നന്നായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാ മക്കളും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവരിലോട്ട് എത്തിക്കുക കേട്ടോ. സോ ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്.